വീരധീരശൂരൻ എസ്.യു. അരുൺകുമാർ സംവിധാനം ചെയ്ത് വിക്രം, എസ്.ജെ. സൂര്യ, സുരാജ് വെഞ്ഞാറമൂട്, തുഷാര വിജയൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ തമിഴ് ആക്ഷൻ ഡ്രാമയെക്കുറിച്ചാണ് ഇന്ന്. മധുരയിൽ ഒരു സ്റ്റേഷനറി കട നടത്തുന്ന കാളിയാണ് പടത്തിലെ നായകൻ. ഒരു രാത്രിയിൽ ചെകുത്താനും കടലിനും നടുവിൽപ്പെട്ട നായകന്റെയും ഫാമിലിയുടെയും അവസ്ഥയാണ് വീരധീര ശൂരൻ പറയുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പടത്തിന്റെ പാർട്ട് 1 ഇറങ്ങുന്നതിന് മുമ്പ് പാർട്ട് 2 ഇറങ്ങുന്നത്. അതേസമയം വീരധീര ശൂരൻ എന്ന പേരിൽ ഒരു പടം വർഷങ്ങൾക്ക് മുമ്പ് പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് പിന്നെ ഡ്രോപ്പ് ആയി പോവുകയും ചെയ്തായിരുന്നു. അതുമായിട്ട് ഇനി കണക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. വളരെ വെറൈറ്റി സ്റ്റൈൽ മേക്കിംഗ് ആണ് പടത്തിൻ്റെത്. ബേസിക് പ്ലോട്ടും സ്ക്രിപ്റ്റും വളരെ വ്യത്യസ്തമാണ്. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള, റിയൽ ആൻഡ് റോ ആയിട്ടുള്ള മേക്കിംഗ് ആണ് പടത്തിനുള്ളത്. പടം തുടങ്ങി ഇന്റർവെല്ലിന് കുറച്ചു മുമ്പ് ഒരു ബാക്ക് സ്റ്റോറി വരുന്നത് വരെ അന്യായ ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുമായിരുന്നു. എന്താ നടക്കുന്നത്, എന്താ പ്രശ്നമെന്ന് നമ്മൾ തന്നെ ആകാംക്ഷയോടെ അറിയാൻ വേണ്ടി ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. ഒരു പോലീസ് സ്റ്റേഷൻ സീനൊക്കെ അന്യായമായിരുന്നു. ഇടയ്ക്കൊന്ന് പടം കാട് കയറിയെങ്കിലും ക്ലൈമാക്സ് നല്ലതായതുകൊണ്ട് പല കുറവുകളും നമുക്ക് വേണമെങ്കിൽ ക്ഷമിച്ചു വിടാം. പെർഫോമൻസ് എല്ലാവരുടെയും നല്ലതാണ്. ഗംഭീര കാസ്റ്റിംഗ് തന്നെയാണ് പടത്തിനുള്ളത്. കാളിയായിട്ട് വിക്രം കിടുവായിരുന്നു. എന്തൊരു സ്ക്രീൻ പ്രസൻസ് ആണ്. പടത്തിന്റെ വെറൈറ്റി സ്റ്റോറി ടെല്ലിംഗ് കൊണ്ടാവാം വിക്രം ഇത് തെരഞ്ഞെടുത്തതെന്ന് തോന്നുന്നു. ആ ഒരു പോലീസ് സ്റ്റേഷൻ സീനിലെ മാസൊക്കെ സാധാരണ അവതരിപ്പിക്കുന്ന കുറച്ച് ലൗഡായിട്ടുള്ള ക്യാരക്ടറുകളിൽ നിന്നും തികച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് SP അരുൺഗിരിയായിട്ട് S.J. സൂര്യ കാഴ്ചവെച്ചിരിക്കുന്നത്. കണ്ണനായിട്ട് വന്ന സുരാജ് വെഞ്ഞാറമൂടും ഒരു സംശയം തോന്നിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അന്യായമായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഓൺ വോയിസ് ആണ് ഡബ്ബിംഗ് പോലും. തമിഴ് ഉച്ചാരണവും പല മലയാളം താരങ്ങളെക്കാളും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. നായിക കലൈവാണിയെ തുഷാര വിജയൻ നല്ല നീറ്റായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. സുരാജിന്റെ അച്ഛനായിട്ട് വന്ന തമിഴ് നടൻ പൃഥ്വിരാജും കൊള്ളാം. അമ്മമാരായിട്ട് വന്ന മാലാ പാർവതിയും ശ്രീജ രവിയും അതുപോലെ വെങ്കട്ട് എന്ന ക്യാരക്ടറായിട്ട് വന്ന ബാലാജിയും നൈസാണ്. എല്ലാവരുടെയും അങ്ങനെ പെർഫോമൻസ് നല്ലതായിരുന്നു കേട്ടോ. തേനി ഈശ്വറിന്റെ ഛായാഗ്രഹണം, പ്രസന്ന GKയുടെ എഡിറ്റിംഗും മികച്ചതാണ്. ആ ഒരു സിംഗിൾ ഷോട്ട് ആക്ഷൻ സീക്വൻസ് നൈസായിരുന്നു. പക്ഷെ അത് പടത്തിന്റെ ലെങ്ത് കുറച്ച് കൂടാൻ കാരണമായിട്ടുണ്ട് എന്ന് ഫീൽ ചെയ്തു. ആക്ഷൻ കൊറിയോഗ്രഫിയും ഡീസന്റ് ആണ്. GV പ്രകാശ് കുമാറിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടപ്പോൾ ഈ പടത്തിലെ ആണെങ്കിലും അതുപോലെ പണ്ട് മാർക്ക് ആന്റണി സിനിമയിലെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലിയിലെ ട്രെയിലർ കേട്ടതൊക്കെ സെയിം ബട്ട് ഡിഫറെന്റ് എന്നാ ഫീൽ ചെയ്തത്. സ്ക്രിപ്റ്റ് ഒക്കെ നല്ലതാണ്. ബട്ട് മൊത്തത്തിൽ ഒരു മെസ്സാക്കിക്കൊണ്ടുള്ള അവതരണവും നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന, വ്യക്തതയില്ലാത്ത കുറെ കാര്യങ്ങളും പടത്തിന്റെ നെഗറ്റീവാണ്. ശരിക്കും പടത്തിലെ വില്ലൻ ആരാ എന്നുള്ളത് പടം ഏകദേശം തീരാറാകുമ്പോഴാണ് നമുക്കൊന്ന് ക്ലിയർ ആവുക. അതുവരെ എല്ലാവരും വില്ലന്മാരാണ്. ഇനി ആ മെയിൻ വില്ലന്മാരാകട്ടെ ഒട്ടും സ്ട്രോങ് അല്ലാത്ത പോലെയാണ് ഫീൽ ചെയ്തത്. ഓലയുടെ അടിയിലൊക്കെ പോയി പാത്തിരുന്നിട്ട് ഭീഷണിപ്പെടുത്തുന്ന വില്ലൻ. ഇന്റർവെല് ബ്ലോക്ക് കണ്ടപ്പോൾ ഇതെന്ത് തേങ്ങ എന്ന് ഫീൽ ചെയ്തു. ഇങ്ങനെയാണോ ഇന്റർവെല്ല്? ഫ്ലാഷ് ബാക്കിൽ ഒരു പ്രധാന കഥാപാത്രം, അയാൾ ആരായിരുന്നു, എന്തായിരുന്നു ഇവർക്കും നായകനുമായിട്ടുള്ള കണക്ഷൻ, അതൊക്കെ അറിയാൻ വേണ്ടി ചിലപ്പോൾ ഇനി ഫസ്റ്റ് പാർട്ട് വരണമായിരിക്കും. വിക്രമിന്റെ ഒരു പഴയ പടത്തിലെ പാട്ട് ഇതിൽ കൊണ്ട് പ്ലേസ് ചെയ്തേക്കുന്ന കണ്ടപ്പോൾ ഒരു നല്ല ഫീൽ അല്ല എനിക്ക് തോന്നിയത്. ഇതെന്താ ഈ പടത്തിൽ ഡയറക്ടർക്ക് അത്രയ്ക്ക് വിശ്വാസം ഇല്ലേ, അതുകൊണ്ടാണോ പഴയ ഹിറ്റ് പാട്ട് കൊണ്ട് പ്ലേസ് ചെയ്തതെന്ന് തോന്നി. പടത്തിന്റെ ലെങ്തും കുറച്ച് കൂടുതൽ തന്നെയായിരുന്നു. ഇതൊക്കെയാണെങ്കിലും നല്ല രീതിയിൽ തുടങ്ങി നല്ല രീതിയിൽ അവസാനിപ്പിച്ചതുകൊണ്ടും നല്ല മേക്കിംഗ് കൊണ്ടും ഈ പോരായ്മകളൊക്കെ ഒരു ഓവറായിട്ട് പടത്തെ ബാധിക്കുന്നില്ല എന്ന് പറയാം. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരു ഡീസന്റ് വൺ ടൈം വാച്ചബിൾ ആക്ഷൻ ഫിലിമാണ് വീരധീര ശൂരൻ. നല്ല ബേസിക് പ്ലോട്ട്, നല്ല പെർഫോമൻസുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള മേക്കിംഗ് ഒക്കെ ഉണ്ട്. പടം കണ്ടാൽ നിങ്ങൾക്കൊട്ടും നഷ്ടമാവില്ല. 2 മണിക്കൂർ 42 മിനിറ്റ് ആണ് പടത്തിന്റെ റൺ ടൈം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.